പാകിസ്ഥാന്റെ മിലിറ്ററി ജനറൽ 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഒരു പ്രസ്താവന ഇറക്കി. അദ്ദേഹം പാകിസ്ഥാനി ജനങ്ങൾക്ക് നൽകിയ ഒരു ഉപദേശം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യ നമ്മുടെ ശത്രു രാജ്യമാണ്, അല്ലാതെ ഇന്ത്യയും പാകിസ്ഥാനും ഒന്നല്ല എന്നുള്ളത്. ഇത് വരും തലമുറയെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ഒന്നാണ്. ഇന്ത്യ പാകിസ്ഥാൻ രണ്ടാണ് എന്നുള്ളത്. വളരെ കഷ്ടപ്പെട്ടാണ് പാകിസ്ഥാന്റെ പൂർവികർ ആ രാജ്യം ഉണ്ടാക്കിയെടുത്തത്. ഹിന്ദു മുസ്ലിം രണ്ടാണ്. അദ്ദേഹം പാകിസ്ഥാനികൾക്ക് നൽകിയത് വർഗീയത നിറഞ്ഞ സന്ദേശങ്ങൾ മാത്രമായിരുന്നു. ഇന്നത്തെ തലമുറ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ ലോകം എന്താണെന്നും എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് തിരിച്ചറിയാനും തുടങ്ങി. ഇത് ആപത്താണെന്ന് മണത്തറിഞ്ഞ ജനറൽ പാകിസ്ഥാനികൾക്ക് നൽകിയ ഒരു വലിയ ഉപദേശ പ്രസംഗമായിരുന്നു അത്. മതത്തിന്റെ പേരിൽ ഭിന്നതയുണ്ടാക്കുന്ന ഒരു പ്രസംഗം. ആ പ്രസ്താവന നടത്തി 4-ാം നാൾ ഇന്ത്യ കൊടും ഭീകരാക്രമണത്തിന് സാക്ഷ്യം വഹിച്ചു. കൂടുതൽ വിശദമാക്കാം. ഐ എം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ജമ്മു ആൻഡ് കാശ്മീരിലെ ഒരു മനോഹരമായ ഹിൽ സ്റ്റേഷനും ടൂറിസ്റ്റ് ആകർഷണവുമായ പെഹൽഗാം, വാലി ഓഫ് ഷെപ്പേർഡ് എന്നും പെഹൽഗാമിനെ അറിയപ്പെടുന്നുണ്ട്. അമർനാഥ് യാത്രയുടെ വളരെ പ്രധാന പാതയാണ് ഈ പെഹൽഗാം. അതിമനോഹരമായ കുന്നിൻ ചെരുവും സാഹസിക ടൂറിസവുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ശ്രീനഗറിൽ നിന്നും ഏകദേശം 2-3 മണിക്കൂർ ദൂരമുണ്ട് ഇവിടേക്ക് സഞ്ചരിക്കാൻ. പച്ചപ്പ് നിറഞ്ഞ മേച്ചിൻ പുറങ്ങൾ തേടി ദിനംപ്രതി ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ഈ ഒരു പ്രദേശം കണ്ടു തീരാൻ കൂടുതലായിട്ടും കുതിരസവാരിയാണ് സഞ്ചാരികൾ തിരഞ്ഞെടുക്കാറ്. അത് മാത്രമല്ല, പാരാഗ്ലൈഡിംഗ് പോലുള്ള സാഹസിക പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്രദേശമാണ് ഇവിടെ. വലിയ ആശങ്കയില്ലാത്ത ഒരു പ്രദേശമായതിനാൽ തന്നെ ഇവിടെ സുരക്ഷാ സൈന്യം വിന്യസിക്കുന്നത് വളരെ കുറവാണ്. ഒന്നാമത്തെ കാരണം വലിയ പ്രദേശം, അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളിലും കാവൽ നിൽക്കാനുള്ള ഒരു പ്രയാസം ഇവിടെയുണ്ട്. മാത്രമല്ല, ഇപ്പൊ കുറച്ചു കാലമായിട്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ അതിർത്തി മേഖലകളിൽ പോലും ഭീകരാക്രമണം വളരെ കുറവായതിനാലും ടൂറിസ്റ്റ് മേഖലകളിൽ ഇതുവരെ ഒരു അശാന്തി ഭീകരർ സൃഷ്ടിക്കാത്തതിനാലും എല്ലാം വലിയ കരുതലുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. ടൂറിസ്റ്റ് സ്പോട്ടായ ഒരു പ്രദേശം, ദിനംപ്രതി 2000-ന് മുകളിൽ സഞ്ചാരികൾ വരുന്ന ഒരു പ്രദേശം. അവിടെ ഈ CRPF ജവാന്മാരുടെ ഒരു നിഴലെങ്കിലും വീഴേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നായിരുന്നു. ഇതൊന്നും അവിടെ ഉണ്ടാവാതിരുന്നതും ഭീകരവാദികൾക്ക് ആ പ്രദേശം ചൂസ് ചെയ്യാൻ ഒരു കാരണമായി മാറി. 27 മരണം. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് 29 പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് വെറും 6 ദിവസം മാത്രം കൂടെ ജീവിച്ച് മധുവിധു ആഘോഷിക്കാനായി കാശ്മീരിലെത്തിയ ദമ്പതികൾക്ക് മുൻപിൽ നിറയൊഴിച്ചപ്പോൾ മരിച്ചു വീണ ഭർത്താവിന്റെ അരികിൽ നിശബ്ദയായി ഇരുന്ന് തണുത്ത് വിറച്ച് എന്താണ് ഒരു നിമിഷം സംഭവിച്ചതെന്ന് അറിയാതെ പകച്ചുപോയൊരു യുവതിയുടെ ചിത്രം ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മളെല്ലാവരും ഓരോരുത്തരും കണ്ട കാഴ്ചയാണ്. ആ ഇരുത്തത്തിലുണ്ട് എല്ലാം നഷ്ടപ്പെട്ടവളുടെ വേദനയും അമർഷവും. അങ്ങനെ 28 പേരുടെ കുടുംബം ഒരു നിമിഷം നിശ്ചലമായി പോയൊരു ദിവസം. മതം ചോദിച്ചുള്ള വേട്ട, മതവേട്ട. മകളുടെ മുൻപിൽ വെച്ച് സ്വന്തം അച്ഛനെ നെറുകയിൽ നിറയൊഴിച്ചപ്പോൾ കാരുണ്യത്തിനായി അലറിക്കരഞ്ഞവൾ പറഞ്ഞത് ഇതാണ്: മതം ചോദിച്ചു. ഇസ്ലാം മത പ്രാർത്ഥനകൾ ചൊല്ലാൻ പറഞ്ഞുള്ള മതവേട്ടയായിരുന്നു അവിടെ നടന്നത്. കുടുംബവുമായി സന്തോഷിക്കാൻ വന്നവർ തീരാ ദുഃഖത്തിലുള്ള ഒരു മടക്കം. തിരിച്ചടിച്ചേ മതിയാകൂ. ജമ്മു ആൻഡ് കാശ്മീരിനെ സംബന്ധിച്ച് അവിടെ ഇതെല്ലാം സാധാരണ നടക്കുന്ന ഒരു സംഭവം മാത്രമായി മാറി. പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടത് അതല്ല, ഇന്ത്യയുടെ 28 സഹോദരന്മാരെയും ഒരു സഹോദരിയെയുമാണ്. അതിന് പകരം ചോദിച്ചേ മതിയാകൂ. ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ കൃത്യമായി പ്ലാൻഡായി നടത്തിയ ഒരു ഓപ്പറേഷൻ. കച്ചവടക്കാരെയും മറ്റു ജീവനക്കാരെയും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ടൂറിസ്റ്റുകളെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഒരു ഓപ്പറേഷൻ. ജമ്മു ആൻഡ് കാശ്മീർ ജനങ്ങളെ എന്നും ചേർത്ത് പിടിക്കാൻ സത്യത്തിൽ അവിടുത്തെ ഗവൺമെന്റ് ആണെങ്കിലും ഫോഴ്സ് ആണെങ്കിലും ശ്രമിച്ചിട്ടേ ഉള്ളൂ. അവിടെയുള്ള മിക്ക വീടുകളിലും ഈ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന് സഹായത്തിനായിട്ട് ധാരാളം പേരുണ്ട്. ഒരു സുപ്രഭാതത്തിൽ അറ്റാക്ക് ചെയ്യുന്നതല്ല ഇത്. ലോക്കൽസിൽ നിന്നുള്ള വ്യക്തമായിട്ടുള്ള വിവരവും സഹായവും ലഭിച്ചതിന് ശേഷം മാത്രമാണ് ആക്രമികൾ മലയിറങ്ങി വരുന്നത്. ഈ ആക്രമണം നടത്തിയതിനു ശേഷം ലോക്കൽസിന്റെ സഹായത്തോടെ തന്നെ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്.
കശ്മീരിലെ ഓരോ ആക്രമണങ്ങൾക്ക് പിന്നിലും അവിടുത്തെ ലോക്കൽസിന്റെ കൈകൾ ഉണ്ടെന്ന് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ലഷ്കർ കമാൻഡർ ആയിട്ടുള്ള സൈഫുള്ള കസൂരി ആണെന്നുള്ള വിവരം വ്യക്തമായി കഴിഞ്ഞു. ഇയാൾ ലഷ്കർ ഇ തൊയ്ബയുടെ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന വിഭാഗമാണ് ഈ അതിനിഷ്ഠൂരമായുള്ള ആക്രമണം നടത്തിയിട്ടുള്ളത്. റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നത് 2019 ഇന്ത്യ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം രൂപം കൊണ്ട ഒരു സംഘടനയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ലഷ്കർ ഇ തൊയ്ബയുടെയും അതുപോലെ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനയുടെയൊക്കെ പുതിയൊരു മുഖം എന്ന് വേണമെങ്കിൽ പറയാം. ഇവരാണ് 2021 ശ്രീനഗർ സിവിലിയൻസിന്റെ ലക്ഷ്യമാക്കി സ്ട്രീറ്റ് ഷൂട്ട് നടത്തിയതും അതുപോലെ തന്നെ 2022 അമർനാഥ് യാത്രക്കാർക്കെതിരെ ആക്രമണം നടത്തിയതും അതുപോലെ തന്നെ 2023 സൈനിക ട്രക്കുകളിൽ സ്ഫോടനങ്ങളെല്ലാം നടത്തിയതുമെല്ലാം ഇവരാണ്. ലഷ്കർ ഇ തൈബയുടെ ഡെപ്യൂട്ടി ചീഫാണ് കസൂരി. പാകിസ്ഥാന്റെ പൂർണ്ണ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് കസൂരി. ഇയാളെ പാക് സൈന്യത്തിന്റെ പ്രിയപ്പെട്ട സ്വത്ത് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാക് സൈന്യം ഇയാളെ എത്രത്തോളം സംരക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇവിടെ സാധിക്കും. വിദ്വേഷ പ്രസംഗത്തിന് കുപ്രസിദ്ധനാണ് ഇദ്ദേഹം. യുവാക്കളെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കുന്നതിനാൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യൻ സൈനികരെ കൊന്നാൽ ദൈവത്തിൽ നിന്നും പ്രതിഫലം കിട്ടുമെന്ന് അടക്കമുള്ള വിദ്വേഷ പ്രസംഗം ഇയാൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 2 ഒരു പ്രസംഗത്തിൽ ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് കസൂരി ആഹ്വാനം ചെയ്തിരുന്നു. അതുപോലെ തന്നെ 2026 ഫെബ്രുവരിക്ക് മുൻപ് കശ്മീർ പിടിച്ചെടുക്കാൻ ആവുന്നതെല്ലാം ചെയ്യുമെന്നും വരും ദിവസങ്ങളിൽ ആക്രമണം ശക്തമാക്കുമെന്നെല്ലാം കസൂരി പരാമർശിച്ചിട്ടുണ്ട്. എനിക്കറിയാത്ത ഒരേ ഒരു കാര്യം, ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗം അറിയാതെ പോയത് എന്തുകൊണ്ടെന്നാണ്. പലവട്ടം പല രീതിയിൽ സൂചനകൾ ലഭിച്ചിട്ടും ഒരു ജാഗ്രത പുലർത്താതിരുന്നത് എന്തുകൊണ്ടാകും? ഒരു ചെറിയ സുരക്ഷാ വീഴ്ചയാണ് ഇത്രയും വലിയൊരു ആക്രമണത്തിന് കാരണമായത്. അതിർത്തിയിൽ പോലും ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആക്രമണം നടന്നു കാണില്ല. യാതൊരു സുരക്ഷയും ജാഗ്രതയും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഇവിടങ്ങളിൽ ഉണ്ടാകില്ല എന്ന് വ്യക്തമായി ഉറപ്പ് അവിടുത്തെ ലോക്കൽസിൽ നിന്നും ലഭിച്ചതിന് ശേഷമാകാം ഒരുപക്ഷെ ഇത്തരത്തിൽ ആക്രമണം അവിടെ നടന്നു കാണുക. ഇവിടെ കുറ്റം പറയേണ്ടത് ആരെയാണ്? സർക്കാരിനെയാണോ, അതോ ഫോഴ്സിനെയോ, കേന്ദ്രത്തിനെയോ, അതോ ഒന്നും അറിയാതെ മരിച്ചു വീണ നിരപരാധികളെയോ? ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ തിരിച്ചടിക്കും. 4 ഭീകരരെ ഇപ്പോൾ തന്നെ സൈന്യം വധിച്ചു കഴിഞ്ഞു. പക്ഷേ അതല്ല, നമ്മൾ എന്നും മടയിൽ പോയി അടിച്ചിട്ടേ ശീലമുള്ളൂ. അതാണ് നമ്മുടെ ശീലം.